ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സീന ആന്റണി. വരും തലമുറയ്ക്ക് വിജ്ഞാനവും ഭാരതത്തിന്റെ പൈതൃകവും പകർന്നു നൽകുന്നതിനായി പൂർവികരുടെ ആഴത്തിലുള്ള നിഷ്ഠ സഹായമായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിനായുള്ള അവരുടെ സമർപ്പണമാണ് ചരിത്രലിപികളുടെ അവശേഷിക്കുന്ന ശേഖരത്തിലൂടെ വ്യക്തമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടക്കുന്ന ജ്ഞാനഭാരതം അന്താരാഷ്ട്ര സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായി സ്ഥാനമേറ്റ CP രാധാകൃഷ്ണന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ അറിയിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നേപ്പാൾ പ്രധാനമന്ത്രിയായി മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കിയെ നിയമിച്ചു. ഇന്ന് രാത്രി 9 മണിക്ക് പുതിയ പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് നേപ്പാൾ പ്രസിഡന്റിന്റെ മാധ്യമ ഉപദേഷ്ടാവ് അറിയിച്ചു. നേപ്പാൾ അതിർത്തിയിൽ കുടുങ്ങിയ മലയാളി തീർത്ഥാടകരിലെ 15 പേരുടെ സംഘം കേരളത്തിൽ തിരിച്ചെത്തിയതായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. നേപ്പാളിൽ യുവജന പ്രക്ഷോഭത്തെ തുടർന്ന് ചൈന അതിർത്തി അടച്ചതുമൂലം 3000-ൽ പരം മാനസ സരോവർ യാത്രികരാണ് ഡാർച്ചൻ മേഖലയിൽ കുടുങ്ങിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മുതൽ ഈ മാസം 15 വരെ മിസോറാം, മണിപ്പൂർ, അസം, പശ്ചിമ ബംഗാൾ, ബീഹാർ എന്നീ സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. 5 സംസ്ഥാനങ്ങളിലായി 71,850 കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി വരും ദിവസങ്ങളിൽ തുടക്കം കുറിക്കും. കേരള അർബൻ കോൺക്ലേവ് രാജ്യത്തെ മറ്റ് നഗരസഭകൾക്ക് വഴികാട്ടിയും നഗരനയ വികസനത്തിന് ഒരു നാഴികക്കല്ലുമാണെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടർ പറഞ്ഞു. കൊച്ചിയിൽ കേരള അർബൻ കോൺക്ലേവ് 2025ന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ നഗര വളർച്ചാ നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ മുന്നിലാണെന്ന് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനത്തിന് ഈ മാസം 15-ന് തുടക്കമാകും. ഒക്ടോബർ 10 വരെ നീളുന്ന സമ്മേളന കാലയളവിൽ 12 ദിവസമാണ് സഭ ചേരുക. തൃശൂരിലെ പുലിക്കളി സംഘങ്ങൾക്ക് നൽകുന്ന കേന്ദ്ര സഹായം അടുത്ത വർഷം 5 ലക്ഷം രൂപയായി ഉയർത്തുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. പുലിക്കളി തൃശൂരിന്റെ തനതായ കലാരൂപമാണെന്നും പൂരം പോലെ തന്നെ സാംസ്കാരിക പൈതൃകം പുലിക്കളിക്കുണ്ടെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. അമീബിക് മസ്തിഷ്ക ജ്വരം നേരത്തെ കണ്ടുപിടിക്കുന്നതിലൂടെ മരണനിരക്ക് ഗണ്യമായി കുറയ്ക്കാൻ കേരളത്തിന് സാധിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. മസ്തിഷ്ക ജ്വരം ബാധിക്കുന്നവരിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ പരിശോധനകൾ കൂടി നടത്തുന്നതിലൂടെ പലരെയും രക്ഷിക്കാനായെന്നും മന്ത്രി പറഞ്ഞു. സാമൂഹ്യ മാധ്യമമായ വാട്സാപ്പ് അക്കൌണ്ട് ഹാക്ക് ചെയ്ത് തട്ടിപ്പ് നടത്തുന്ന രീതി വ്യാപകമാകുന്നതായി സംസ്ഥാന പോലീസ് മുന്നറിയിപ്പ് നൽകി. ഇത്തരത്തിലുള്ള ഓൺലൈൻ കുറ്റകൃത്യങ്ങൾ നേരിടുകയോ ശ്രദ്ധയിൽപ്പെടുകയോ ചെയ്താൽ 1930 എന്ന സൗജന്യ നമ്പറിൽ വിളിക്കുകയോ പരാതികൾ രജിസ്റ്റർ ചെയ്യുകയോ ചെയ്യാം. CPI സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം തുടരും. ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന സമ്മേളനമാണ് ബിനോയ് വിശ്വത്തെ വീണ്ടും സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. സംസ്ഥാന കൌൺസിലിലേക്ക് 103 പേരെയും കാൻഡിഡേറ്റ് അംഗങ്ങളായി 11 പേരെയും തെരഞ്ഞെടുത്തു. 2024-25 സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 15 വരെ. വൈകിയുള്ള നികുതി സമർപ്പണത്തിന് പിഴയും പലിശയും ഈടാക്കും. ഹോങ്കോങ് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെൻ സെമിയിൽ. ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യയുടെ ആയുഷ് ഷെട്ടിയെ പരാജയപ്പെടുത്തിയാണ് ലക്ഷ്യ സെൻ സെമിയിലെത്തിയത്. പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യം മലേഷ്യൻ താരങ്ങളെ പരാജയപ്പെടുത്തി സെമിയിൽ പ്രവേശിച്ചു. ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റിൽ പാകിസ്ഥാൻ ഒമാൻ മത്സരം ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുന്നു. ടോസ് നേടിയ പാകിസ്ഥാൻ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. മൂന്നാറിൽ KSRTC ഡബിൾ ഡെക്കർ ബസ് അപകടത്തിൽപ്പെട്ടു. മൂന്നാറിൽ വിനോദസഞ്ചാരികൾക്കായി സർവീസ് നടത്തുന്ന KSRTC ഡബിൾ ഡെക്കർ ബസ്സാണ് ദേവികുളം ഇരച്ചിൽപ്പാറയ്ക്ക് സമീപം വൈകുന്നേരത്തോടെ അപകടത്തിലായത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കേരള വാട്ടർ അതോറിറ്റിയുടെ പോങ്ങുമൂട് ജലസംഭരണി വൃത്തിയാക്കുന്ന പണികൾ നടത്തുന്നതിനാൽ ഈ മാസം 16, 17 തീയതികളിൽ ഉള്ളൂർ, പോങ്ങുമൂട്, പ്രശാന്ത് നഗർ ഉൾപ്പെടെ തിരുവനന്തപുരം നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ള വിതരണം പൂർണ്ണമായും മുടങ്ങും. ഉപഭോക്താക്കൾ ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കേണ്ടതുണ്ടെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. KSRTC മുന്നേറ്റത്തിന്റെ പാതയിലാണെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. പത്തനാപുരം യൂണിറ്റിൽ പുതുതായി അനുവദിച്ച 10 ബ്രാൻഡ് ബസ്സുകളുടെയും വിവിധ ഗ്രാമീൺ അന്തർ സംസ്ഥാന സർവീസുകളുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. 40 വർഷങ്ങൾക്ക് ശേഷം KSRTC 1.57 കോടി രൂപ ലാഭമുണ്ടാക്കിയതായും അദ്ദേഹം പറഞ്ഞു. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഈ വർഷത്തെ ഉന്നതി വിദേശ പഠന സ്കോളർഷിപ്പുകൾ തിങ്കളാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ വിതരണം ചെയ്യും. 1000 വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനം സാധ്യമാക്കിയതിന്റെ പ്രഖ്യാപനവും മുഖ്യമന്ത്രി നിർവഹിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.